കുട്ടികളുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മിക്ക പേഷ്യൻസും നമ്മൾ ക്ലിനിക്കിലെത്തുക ഏകദേശം ഒരു 1-1.5 വയസ്സാവുമ്പോൾ ഡോക്ടറെ ഇനി ബ്രഷ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, ഇനി ബ്രഷിങ് തുടങ്ങാറായോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. പക്ഷേ ഒരു 6 മാസം ആവുമ്പോഴത്തേക്ക് ഈ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങും. അപ്പോൾ ഒരു 1 ഇയർ വരെ നമ്മളത് കെയർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ ടീത്തിൻ്റെ മുകളിലൊക്കെ കേടും ഒക്കെ തുടങ്ങി കാണും. ചില മക്കളെ നമ്മൾ പല്ല് നോക്കിക്കഴിഞ്ഞാൽ മുന്നിലൊക്കെ ഈ കറുത്ത കുത്തുകൾ കാണാം, അതില്ലെങ്കിൽ വെളുത്ത കളറിൽ ഇങ്ങനെ കേട് വന്ന് തുടങ്ങുന്നുണ്ടാവും. ഇത് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറയും. അതായത് 6 മാസം ഒക്കെ പ്രായമാകുമ്പോഴാണ് നമ്മളെ പാൽപ്പല്ല് വരിക. ആ സമയം ഈ കുട്ടികൾ ഫീഡിങ് ടൈം നടക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ രാത്രി അവർ പാല് കുടിച്ച് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ അമ്മയും കുഞ്ഞും ഉറങ്ങുന്ന ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ ഡെൻ്റൽ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടുണ്ടാവില്ല. പോസിബിൾ ആവുന്ന കാര്യമാവണമെന്നില്ല, പക്ഷേ നമുക്ക് ഉറക്കം ഞെട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പാല് കുടിച്ച് ഉറങ്ങുമ്പോൾ മുന്നിൽ പാൽപ്പല്ല് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കോട്ടണോ തുണിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ തുടച്ചു കൊടുത്താൽ മതി. അത് എത്രത്തോളം പോസിബിൾ ആവുന്നല്ല. ഇപ്പം കുട്ടി ഉറങ്ങുന്ന തുടക്കത്തിൽ, ഇപ്പോൾ രാത്രി 10 മണി 11 മണി ടൈമിലൊക്കെ നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് പുലരുന്ന വരെ ഈ മധുരം പല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ കേട് വരുന്നത് പതുക്കെ മാറ്റാൻ നമുക്ക് പറ്റും. ഈ പാൽപ്പല്ല് മാറി നമ്മളെ പെർമനൻറ്റ് ടീത്ത് വരിക എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽക്ക് പാൽപ്പല്ല് വരും. അതൊരു 12 വയസ്സ് വരെയുള്ള കാലഘട്ടം ഈ പാൽപ്പല്ലുകൾ വായിലുണ്ടാകും. അത് കേട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, പല്ല് വേദനയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഫില്ലിങ്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് മാറേണ്ടി വരും. അത് ഒരു മക്കളെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അവർക്ക് പേടിയുണ്ടാവും, കരച്ചിലാകും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പരമാവധി കേട് വരാതെ നോക്കുന്നതിലാണ് മെയിനായിട്ട് കാര്യം. അപ്പോൾ 6 മന്ത്സിൽ ഈ ടീത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് പതുക്കെ പ്ലെയിൻ ആയിട്ട് ഫിംഗർ ബ്രഷൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് വെച്ച് പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് ഒരു 4-5 പല്ല് വന്നതിന് ശേഷം നമ്മളെ കയ്യിൽ തന്നെ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ട് പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു 1 ഇയറിനോട് അടുക്കുമ്പോൾ ടോട്ടൽ ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും. ഈ കുട്ടികൾക്ക് അത്യാവശ്യം ഒന്ന് ഇറക്കിപ്പോയാലും വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പിലുള്ള പേസ്റ്റുകൾ. അപ്പോൾ അത് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, നിയർ ബൈ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് വെച്ച് പല്ല് ക്ലീൻ ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. ബ്രഷ് ചെയ്യിപ്പിക്കുക. കറക്റ്റായിട്ട് നമ്മൾ തന്നെ മുൻകൈയെടുത്ത് രാവിലെയും രാത്രിയായിട്ട് പല്ല് ബ്രഷ് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക. മധുരം കൂടുതൽ സമയം വായിൽ നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്കെന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേട് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. കുട്ടികളെ കൊണ്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റായി അമ്മയ്ക്കും കുട്ടിക്കും ഡോക്ടറിനും ഒക്കെ സങ്കടമുള്ള കാര്യമാണ് ഇത്. അവർ കരയുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഡോക്ടർക്കും ബുദ്ധിമുട്ടായിരിക്കും, പാരൻസിനും ടെൻഷനാവും. ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ഒരു പ്രോപ്പർ കെയർ 6 മന്ത്സ് മുതൽ കുട്ടിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഫീഡ് ചെയ്യുന്ന ടൈം മുതൽ തന്നെ തുടങ്ങണം. പാൽപ്പല്ല് വരുമ്പോൾ തന്നെ ഓരോ പല്ലും കെയർ ചെയ്തു പോയാൽ ഏറ്റവും നന്നാവും.